അങ്ങനെയാണ് പ്രജില. മുകേഷിന് പിന്നാലെ ഇടവേള ബാബുവിനെയും ഇന്ന് കൊച്ചിയിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇടവേള ബാബുവിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് 2 ജാമ്യക്കാരാണ് പുറത്തിറങ്ങുന്നത്. ഇവരാണ് ഇടവേള ബാബുവിന് വേണ്ടി 1 ലക്ഷം രൂപയുടെ വീതം 2 ജാമ്യം നിൽക്കുന്നത്. ജാമ്യത്തിന്റെ ബോണ്ട് കെട്ടിവെച്ചതിന് ശേഷം ഇവിടെ നിന്ന് വൈദ്യപരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷം ഇടവേള ബാബുവിന് മടങ്ങിപ്പോകാം. ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ 10 മണിക്ക് വന്ന് ഏകദേശം ഇപ്പോൾ ഈ ഒരു സമയം വരെയും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇടവേള ബാബുവിന്റെ കേസും സമാനമായി മുകേഷിന്റെ കേസ് പോലെ ബലാത്സംഗ കുറ്റവും സ്ത്രീത്വത്തെ അപമാനിക്കലും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ആലുവ സ്വദേശിയായ ഈ നടി നൽകിയ പരാതി ഇങ്ങനെയാണ്: തനിക്ക് അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇടവേള ബാബു കലൂരിലുള്ള ഫ്ളാറ്റിലേക്ക് വിളിച്ചുവെന്നും അവിടെ എത്തി അംഗത്വം പൂരിപ്പിക്കുന്നതിനിടെ തന്നോട് മോശമായി പെരുമാറിയെന്നുമാണ്. അതിൽ ആണ് താൻ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഇടവേള ബാബുവിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഈ പരാതിക്കാരി മൊഴി നൽകിയതിനു ശേഷമാണ് എടുത്തത്. അതിലാണ് ഇപ്പോൾ കോടതി ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം നൽകിയെങ്കിലും ഇടവേള ബാബുവിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവണം, എപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിപ്പിച്ചാലുമെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹാജരായത്. ഇന്നലെ മുകേഷും സമാന രീതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസിൽ ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധനയും ലൈംഗിക ശേഷി പരിശോധനയും ഉൾപ്പെടെ നടത്തുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനാകും. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു അവസരത്തിൽ ലഭിച്ച തെളിവുകളുടെ ഇതിലും ഈ പരാതിക്കാരിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച മറ്റ് വിവരങ്ങൾ കൂടി ലഭിച്ച ശേഷമായിരിക്കും അടുത്ത ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. അടുത്ത ദിവസങ്ങളിൽ ഈ മണിയൻപിള്ള രാജുവും മറ്റ് ഇതുപോലെ തന്നെ ആരോപണം ഉയർന്ന അല്ലെങ്കിൽ കേസ് എടുത്തിരിക്കുന്ന ആളുകളുമൊക്കെ ഇങ്ങോട്ട് എത്തുമെന്നാണ് അറിയുന്നത്. ജയസൂര്യ അടക്കമുള്ള ആൾക്കാർക്കെതിരെയുള്ള പരാതിയുണ്ട്. അവരൊക്കെ ഇവിടേക്ക് എത്തും ഈ ചോദ്യം ചെയ്യലിന്. എന്തായാലും ജാമ്യം കൊടുത്താൽ പോലും